Alexa, turn on forward. Alexa, turn on left. Alexa, turn on forward. Alexa, turn on backward. എല്ലാവർക്കും റൂട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ ഒത്തിരി പേർ ആവശ്യപ്പെട്ട ഒരു റോബോട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓർഡിനോ വെച്ചിട്ട് ഒരു വോയിസ് കൺട്രോൾ റോബോട്ട്. ഈ റോബോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, കോഡ്സ്, PCB ഫയൽസ് എല്ലാം നമ്മളിവിടെ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അത് ഈ പ്രോജക്റ്റ് എന്നല്ല, Arduino റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോജക്റ്റുകളുടെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രോജക്റ്റിലേക്ക് കിടക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് Arduinoയെ അലക്സയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആകപ്പാടെ വേണ്ടി വരുന്നത് ഒരു വൈഫൈ കണക്ടിവിറ്റിയുള്ള Arduino ബോർഡ്, L293D മോട്ടോർ ഡ്രൈവർ IC, ഒരു 9V ബാറ്ററി, പിന്നെ ബ്രെഡ് ബോർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കണക്റ്റിംഗ് വയർസ്. പേടിക്കണ്ട, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സർക്യൂട്ടിലേക്ക് കിടക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. നോക്കൂ, വളരെ സിമ്പിൾ സർക്യൂട്ട് അല്ലേ? ഇതിന് PCB വേണമെന്നില്ല, നമുക്ക് ബ്രെഡ് ബോർഡിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ നേരത്തെ ചെയ്തൊരു PCB ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ ഞാനിതെല്ലാം ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ബ്രെഡ് ബോർഡിലാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. വെറും Arduino ബോർഡും L293D മോട്ടോർ ഡ്രൈവറും മാത്രം മതി. ഈ ബോർഡ് വെച്ചിട്ട് നമ്മൾ മുമ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഫ്രീ ആയി തന്ന PCB. ഇതിനകത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് Arduino IOT IOT, L293D മോട്ടോർ ഡ്രൈവർ IC, പിന്നെ ഈ ചെറിയ സപ്പോർട്ടിംഗ് കമ്പോണൻസ്. അപ്പോൾ എല്ലാത്തിനും കൂടെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 9V ബാറ്ററിയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു 7805 വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വോൾട്ടേജ് റെഗുലേറ്ററാണ് നമ്മൾ കൊടുക്കുന്ന 9V 5V സ്റ്റഡി ആയിട്ടുള്ള DC പവർ സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതേ കണ്ടില്ലേ? പിന്നെ ഇവിടെ 2 LED വെച്ചിട്ടുണ്ട്. അത് ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ബ്രെഡ് ബോർഡ് ആണെങ്കിലും PCB ആണെങ്കിലും ഞാനിപ്പോൾ 9V ഡയറക്റ്റ് ആയിട്ട് Arduinoയുടെ VIN പിന്നിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എല്ലാ ബോർഡും അങ്ങനെയല്ല. ചില ബോർഡുകളിൽ നമ്മൾ ഈ 9V ഡയറക്റ്റ് എടുത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ IC കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളൊരു 7805 വെച്ചിട്ട് അതിൽ നിന്ന് 5V ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി മോട്ടോറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് L293D അല്ലെങ്കിൽ L29810 മോട്ടോർ ഡ്രൈവർ IC യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് നമ്മൾ 2 മോട്ടോർ ഡ്രൈവർ IC പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ DC മോട്ടോഴ്സ് ഒരുമിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു സിമ്പിൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആകപ്പാടെ ഒരൊറ്റ L293D മതിയാവും. ഈ സർക്യൂട്ടിനെ വൈറ്റൽ കമ്പോണൻസ് മാത്രം വെച്ചിട്ട് ഒരു ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്തതാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോബോട്ടിനെ ഓടിക്കാൻ ഇത് മതി. ഗൈസ്, നമ്മുടെ സർക്യൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു റോബോട്ടിന്റെ ബോഡിയാണ്. ഈ ഒരു ബോഡി ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇത് ആമസോണിൽ വില കുറവായതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിന് വീൽ അലൈൻമെന്റ് കറക്റ്റ് അല്ലായിരുന്നതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു. സോ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങാൻ മറക്കണ്ട. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ രസകരമായ പ്രോജക്റ്റ് വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാനിവിടെ Arduino IOT Cloud വെച്ചിട്ടായിരിക്കും നമ്മുടെ Arduino Nano 33 പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. ആദ്യം Arduino IOT Cloudലേക്ക് ലോഗിൻ ചെയ്തിട്ട് ഡിവൈസ് ടാബിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ Arduino Nano 33 IOT കഴിഞ്ഞ പ്രോജക്റ്റിൽ ആഡ് ചെയ്തായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുക. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് Arduino IOT Cloudൽ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് തിങ്സിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ തിങ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വിൻഡോയിലാണ് നമ്മുടെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കാം, വോയിസ് കൺട്രോൾ റോബോട്ട്. ഇനി നമുക്ക് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 4 വേരിയബിൾസ് ഉണ്ടാക്കാൻ പോവുകയാണ്.
ഈ 4 വേരിയബിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ റോബോട്ടിനെ ഫോർവേഡ്, ബാക്ക്വേർഡ്, ലെഫ്റ്റ്, റൈറ്റ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പുതിയൊരു ഡാഷ്ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ 4 വിഡ്ജറ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഓരോ വിഡ്ജറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. നമ്മളിവിടെ 4 സ്വിച്ചാണ് ആഡ് ചെയ്യുന്നത്. ഈ സ്വിച്ചിനെ നമുക്ക് അലക്സ യൂസ് ചെയ്ത് വോയിസ് കൺട്രോൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ Arduino Nano 33 IoTയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഈ ഒരു ബോർഡിന് ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വൈഫൈ കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈ നെറ്റ്വർക്കിന് താഴെയുള്ള കോൺഫിഗർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വൈഫൈ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ Arduino IoT Cloudന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസും ക്രിട്ടിക്കൽ ഫംഗ്ഷൻസ് എല്ലാം വെച്ചിട്ട് ഒരു സ്കെൽട്ടൺ കോഡ് അവർ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. നമുക്ക് ആവശ്യമുള്ള എക്സ്ട്രാ വേരിയബിൾസും ഫംഗ്ഷൻസും ആഡ് ചെയ്താൽ മാത്രം മതി. ഈ കാണുന്നതാണ് നമ്മുടെ സ്കെൽട്ടൺ കോഡ്. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കമൻസും കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് നീറ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള കോഡ് മാത്രം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫൈനൽ കോഡ്. ഇത് കാണുന്ന പോലെയല്ല, വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ പ്രോജക്റ്റിന് ആവശ്യമുള്ള ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇനി സെറ്റപ്പ് ഫംഗ്ഷനകത്ത് നമുക്ക് Arduino IoT Cloudമായിട്ടുള്ള കണക്ഷൻ, അതുപോലെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ വേരിയബിൾസ്, ആ വേരിയബിൾസ് ഏതെങ്കിലും ചേഞ്ച് ആവുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ റൺ ആവും. ഇനി ഈ 4 ഫംഗ്ഷൻ കണ്ടില്ലേ, ഈ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ L293D മോട്ടോ ഡ്രൈവർ IC വെച്ചിട്ട് നമ്മളെ റോബോട്ടിനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന 4 വേരിയബിൾസിൽ ഏതെങ്കിലും വാല്യൂ ചേഞ്ച് ആവുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ റൺ ആവും. അപ്പോൾ ഈ വേരിയബിളിനെ നമ്മൾ എങ്ങനെയായിരിക്കും മാറ്റുന്നത്? അതെ, നമ്മുടെ അലക്സ വെച്ചിട്ട്. അലക്സ വോയിസ് കൺട്രോൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ വേരിയബിൾസിനെ മാറ്റുന്നതും റോബോട്ടിനെ ഡ്രൈവ് ചെയ്യുന്നതും. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ അലക്സ ഓപ്പൺ ചെയ്തിട്ട് Arduino സ്കിൽ ഫോർ അലക്സ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ Arduino അക്കൗണ്ട് വെച്ചിട്ട് ഈ അലക്സയുമായി ലിങ്ക് ചെയ്യുക. ഇനി സ്മാർട്ട് ഡിവൈസസിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ 4 വേരിയബിൾസ് ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ഇനി ഇതിനെ കോൺഫിഗർ ചെയ്ത് സേവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ പണി കഴിഞ്ഞു. അലക്സ, ഇനി നമുക്ക് വോയിസ് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ റോബോട്ടിനെ കൺട്രോൾ ചെയ്യും. പ്രോജക്റ്റ് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അടിച്ചിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ അടിപൊളി പ്രോജക്റ്റുകൾ വരാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.